അടിപൊളി. കുന്നോളം ക്രിക്കറ്റേഴ്സിന്റെ രണ്ടാമത്തെ യാത്രയാണ്. കാൽവരി മൗണ്ടിലേക്ക് ജീപ്പിൽ എല്ലാവരും കയറി പോവാണ്. വലിയ ബസ്സിലാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. പിള്ളേരൊക്കെ വലിയ ഒരു ആവേശത്തിലാണ്. നമ്മള് സൂപ്പറാണ്, അടിപൊളിയായിട്ടാണ്. എല്ലാരും കൂടെ സഹകരിച്ചിട്ട് ജീപ്പിലാണ് ഇപ്പൊ പോണത്. നമ്മുടെ മറ്റേ ഐറ്റല്ലേ അത് കാണിക്കട്ടോ. എന്തായാലും അടുത്ത വന്നു കഴിഞ്ഞാൽ നമ്മള് കാണിക്കാം. ഇൻഷാ അല്ലാഹ് കാണിച്ചിരിക്കും. നമുക്ക് എല്ലാരും കൂടെ നിന്നിട്ടുള്ളതാണ് പരിപാടി. വെറൈറ്റി ഒരു വൈറൽ സംഭവം ഉണ്ട്, എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളേ ഒരു സ്പെഷ്യൽ സംഭവം കാണിച്ചു തരട്ടാ. പോവാ വാ പോവാ 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 പോവാ. ഈ പോകുന്ന ആൾക്കേ ഒരു സ്കില്ലുണ്ട്. അതെന്താ സംഭവം കാണിച്ചു തരാം അവിടെ ചെന്നിട്ട്. ഏതൊക്കെ ചാനലിലാണ് വന്നേക്കണേ പരിപാടി? ഞാൻ മീഡിയ വണ്ണിലൊക്കെ വന്നിട്ടുണ്ട്. അതെ, പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം ഞാൻ പറഞ്ഞില്ല, നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാം. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കാം. സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നേരിട്ട് കണ്ടോ? എന്താ ചെയ്യാൻ പോണത്? ഞാൻ പല്ലുകൊണ്ട് പൊളിക്കാനാണ്. ആണോ? നമുക്ക് എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണേട്ടാ. അങ്ങനെ ഒന്നുമില്ല, പോയ ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ് ഒരു തേങ്ങ വിളിക്കാം. ഞങ്ങളുടെ അഭിമാനമാണ് അപ്പൊ കണ്ടില്ലേ, ഇതാണ് സംഭവം കേട്ടോ. അപ്പൊ നമ്മള് മഴയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ നമ്മളെ വണ്ടി ഇതേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് കാൽവരി മൗണ്ട് പോണത് അതിന്റെ മേലേക്ക് ആണ്. അങ്ങനെ ആ ജീപ്പിലെ ആൾക്കാരൊക്കെ കയറി തുടങ്ങിയില്ല. അപ്പൊ നമുക്ക് കാൽവരി മൗണ്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ചേട്ടൻ നമ്മളെ ഇറക്കിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കണം. ചേട്ടന്റെ പേരെന്താ? സുമേഷ്. രമേഷ്. ടിക്കറ്റ് ചാർജാണ് കാണുന്നത്. അങ്ങനെ പോയി നോക്കി നോക്കാം നമുക്ക് അവിടെ എന്താന്ന്. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേറി വരുമ്പോ മെയിൻ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഈ കാണാൻ പോണത്. കോടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ചെറിയൊരു മൂടിക്കെട്ടുണ്ട്. എന്നാലും നല്ല ക്ലൈമറ്റാണ്, മഴയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ഓ, അടിപൊളി ക്ലൈമറ്റ്.
മഴ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമ്മുടെ സുഹൃത്തുക്കള് അവിടെ നിന്നൊക്കെ ഉണ്ട്. അങ്ങോട്ട് വ്യൂ പോയിന്റ് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വ്യൂ കാണാം. പക്ഷെ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. കാരണം കുറച്ച് ഡേഞ്ചർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നുന്നത് കാലാറ്റ് തട്ടി വീണാ ഒരു പോക്ക് അങ്ങോട്ട് പോകും. എനിക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. അവിടെ വെള്ളം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിന് താഴത്തേക്ക് ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഒരുപാട് താഴത്തേക്ക് പോകണില്ല, പക്ഷെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. കഴിയാവുന്നതും കുട്ടികളൊന്നും കൊണ്ട് താഴേക്കൊന്നും പോകാതിരിക്കുക. മേലെ തന്നെ ഒന്ന് ആസ്വദിക്കുക. കാരണം കാലിട്ടി വീണാലൊക്കെ നല്ല പണി കിട്ടും. ഫുൾ കല്ലുകൾ ആണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ സ്റ്റെപ്പ് രൂപത്തിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകാൻ പറ്റും. മഴ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ കുറച്ച് കോട ഒഴിഞ്ഞുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ? നല്ല കാറ്റും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി, വേറെ വൈബ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലേ. നീ ആദ്യമായിട്ടല്ലേ വരുന്നേ? ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം. അങ്ങനെയുണ്ട്. അടിപൊളി, ഒരു വല്ലാത്തൊരു കാഴ്ച പറയാ. അതെ അതെ. സംഭവം ഞാനും കുറെ തവണ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് മേലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ കയറണട്ടാ. നമ്മള് ഈ വീഡിയോ എടുക്കുന്നതിന് ശേഷമാണ് പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ കയറണത്. ഇങ്ങോട്ടിപ്പോൾ ജീപ്പിൽ വന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ അത് നടന്നു വരാനാണെങ്കിലും അത്ര കാര്യമായിട്ടില്ല. എന്നാലും കുറച്ച് ഒന്ന് രണ്ട് കയറ്റം മാത്രമേ ഉള്ളൂ. ടൈമുള്ളവർക്ക് നടന്നു വരാം. നോക്കിയിട്ട് വേട്ടാ. കല്ലുകൾ ഇങ്ങനെ സ്റ്റെപ്പ് ആയത് കൊണ്ട് നമുക്ക് നോക്കി ഇറങ്ങി വന്നാൽ മതി, കുഴപ്പമില്ല. പക്ഷെ എൻഡിലേക്കൊന്നും പോകാതിരിക്കാനല്ലോ, കാരണം കാറ്റത്തി വീഴാനെല്ലാം പറ്റാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ സംഭവം ഒന്നല്ലേ ഇല്ല, നമ്മളന്ന് അവിടെ പോയി താമസിച്ചില്ല. പോസ്റ്റേഡ് പറഞ്ഞ അവിടെ ഒരുപാട് അവിടെ ഇറങ്ങില്ലേ. കാറ്റുള്ള കാരണമുണ്ട് കോട്. അപ്പൊ കാണാത്തവരൊക്കെ വന്ന് കാണുക. നല്ല അടിപൊളി സ്ഥലമാണ്. അടിപൊളിയാണോ? വേറെ വൈബ്. ഒരു കട്ടൻ ചായ കിട്ടിയാ പിടിച്ചു. അതെ അതെ. അങ്ങനെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. ആ നിങ്ങൾ കണ്ടുകൊണ്ട് എന്താ വീഡിയോ എടുക്കണേ. നമ്മുടെ സുഹൃത്തുക്കളാട്ടോ, നമ്മുടെ വണ്ടിയിൽ വന്നേരാ. താഴത്തേക്ക് ഇറങ്ങണ പോലെ കേറാ. അത്രയും ബുദ്ധിമുട്ടാ. വലിയ ട്രക്കാ. അടുത്തൊരു സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മുടെ അസുർക്കത അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു
നടക്കാൻ വയ്യാത്തതിനോണ്ട് ഇരുന്ന്. അസർക്ക എന്തായി നടന്നിട്ട് ക്ഷീണിച്ചാ? നല്ല ചെറിയ ചാറ്റൽ മഴ. അങ്ങനെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ്, ചെറിയ ചാറ്റൽ മഴ, രക്ഷയില്ല അല്ലേ? ഒരു രക്ഷയില്ല. ജോൺസൺ മാഷയുടെ പാട്ട്. ചെറിയ ചാറ്റൽ മഴ പെയ്തു തുടങ്ങിട്ടാ. പക്ഷെ നമുക്ക് കുറച്ച് നടക്കണമെങ്കിലും ആ ഒരു ക്ഷീണം തോന്നില്ല, കാരണം കാറ്റും കോടൊക്കെ ഇട്ട്. എൻ്റെ വോയിസ് എത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ സൈഡിലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് കാണിച്ചു നോക്കാം. ആ ഒരു കാണുന്ന കുന്നിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി കാണാനൊക്കെ പറ്റും. ദൂരം നടക്കണം, അതുകൊണ്ട് ചെറിയ ചാറ്റൽ മഴ ഉണ്ട്, കോടയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പോണില്ല. ഈ സൈഡിലുള്ള വ്യൂ പോയിന്റും കാര്യങ്ങളും കാണിച്ചു തരാം. ഓരോ വ്യൂ പോയിന്റിൽ ഒരു അടിപൊളി ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. വീണ്ടും കോട ഇറങ്ങി തുടങ്ങി, അതുകൊണ്ട് ചെറിയൊരു ചാറ്റൽ മഴ വരുന്നുണ്ട്. ഈ സൈഡും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു പ്രത്യേകം ഈ ശ്രദ്ധിക്കുക, ഈ വഴിക്കുന്ന ഇറങ്ങാതിരിക്കുക, മേലെ മാത്രം ഒന്ന് കാണാം. എന്താ വീണ്ടും വീണ്ടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആകെ വഴുക്കലും കാര്യങ്ങളാണ്, വേറെ കൊണ്ട് പറയണതാ. ചുറ്റിയിട്ട് എടുക്കുന്ന സ്ഥലം. ആ കുന്നിൻ്റെ മുകളിലൊക്കെ നല്ല വ്യൂ ആണെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത്. നേരത്തെ കണ്ട അത്രയെങ്കിലും കാണണ്ട, ഒന്നും കാണാല്ലോ. അപ്പോൾ വീണ്ടും കാറ്റുള്ള കാരണം കൊണ്ട് കോട ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാറി 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 വന്നുകൊണ്ടിരിക്കും. എന്ത് രസമാക്കി. അറിയില്ല കേട്ടോ, ഞങ്ങളൊരു പരീക്ഷയാണ്. പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒരു പരീക്ഷണം കണ്ടത് കാണാൻ. ഗംഭീര ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കണ്ട, അതും കാൽവരി മോളില്. നിങ്ങളാരെയും ഇങ്ങനെ മഴയത്ത് അടിപൊളി ഒരു കളി കണ്ടിട്ടുണ്ടോ? കാൽവരി മോളില് മഴയത്ത് ക്രിക്കറ്റ് കളി. ഓ രക്ഷയില്ല. ഒന്നും മിസ്സാക്കാൻ വേണ്ട, എല്ലാരും ഗംഭീരമായി. തലയ്ക്ക് കൊള്ളുന്നൊരു പേടിയുണ്ട്. അതേപോലെ തന്നെ അടിപൊളി ഒരു സ്പോട്ടുണ്ട് ഈ കാണുന്നത്. എവിടേക്ക് നോക്കിയാലും അന്യ വ്യൂ കേട്ടോ. ക്രിക്കറ്റ് കളി ആ സഞ്ചുണ്ട്. ഇവിടെ ഒരു ചെടിയുണ്ട്, നല്ല രസം കാണാൻ ഉണ്ടല്ലോ. ഷൂട്ടിങ് അതുപോലെ തന്നെ ഇത് അടിപൊളി ഒരു വ്യൂ ഉള്ളൊരു സ്ഥലം കേട്ടോ. അങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും.
കണ്ടില്ലേ അവിടെ പോണത് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. ഇങ്ങനെ ഇങ്ങോട്ട് ഒഴുകി ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. ചെടിയുടെ മുകളിലേക്ക് നോക്കുമ്പോ അറിയാം കാറ്റ് കണ്ടില്ലേ. വന്ന ആൾക്കാര് കുറച്ച് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി കേട്ടാ. മൊത്ത കോട ഞാനുണ്ടേ ഇനി പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല. നമ്മളാ കണ്ട തന്നെയാണല്ലോ. ഒക്കെയാണ് ഇവിടുത്തെ കാൽവരി മുകളിലെ കാഴ്ച. ഇവിടെ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പാർക്കിങ് കാര്യങ്ങളുണ്ട്. വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാൻ കാറ് ട്രാവലറൊക്കെ വരും. ബസ് ഇങ്ങോട്ട് വരില്ല. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തെ വിശേഷം കാണാം. നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. ജീപ്പ് ഫുള്ളായതുകൊണ്ട് അടുത്ത റൗണ്ടിൽ പോകാൻ പോകും. അവിടെ ഓറഞ്ച് ഒരെണ്ണം കണ്ടിട്ട് പൊട്ടിക്കാൻ വേണ്ടി എന്താ അവസ്ഥ എന്നറിയില്ല കേട്ടാ. കേടായതാന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രഷ് ഓറഞ്ച് അല്ലേ? ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചാണ്. അതെ അതെ. അവരാൾക്കാർ ഫുള്ള് എന്ന് പറഞ്ഞപ്പോ അതെ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല പുളിയുണ്ട്. ഓറഞ്ച് ഫ്രഷ് ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല പുളിയാ. മധുരം കുറവാ. കുറച്ച് നടക്കാണ്ട് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് കയറ്റല്ലേ. അങ്ങോട്ട് ഇറക്കാമ്പോ ഒന്നുകൂടി ആയാസത്തിൽ പോവാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ആവേശത്തിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണത്. ഇനി എന്താവെന്ന് അറിയില്ല. കാറൊക്കെ ആകെ പരത്തിട്ടൊക്കെ പോണത്. ഇവര് നമ്മളതിനെ കൂട്ടാണ്ടേ ജീപ്പില് പോകാനുള്ള പരിപാടിയാ. നമ്മളെ ഒറ്റയ്ക്ക് സമ്മതിക്കൂല. ഞങ്ങളെ ചാടി കയറി എന്തൊക്കെ അപവാദം പറഞ്ഞ് വരത്തണോ എനിക്ക് കണ്ട. ഇവര് അവിടുന്ന് ഒരു പറമ്പില് ചാടി കിടന്നിട്ട് സാബർജിന് പൊട്ടിക്കാൻ നോക്കി. അവിടെ കയ്യോടെ പിടിച്ചപ്പോ ജീപ്പില് ചാടി കയറി തന്നെ നമ്മള് താഴത്തെത്തി. ബസ്സുകൾ കൊടുക്കുന്നുണ്ട്. ആൾക്കാരെല്ലാരും വന്നിട്ടുണ്ട്. നമ്മളെ കാൽവരി കൊണ്ട് കണ്ടിട്ട് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കണ്ട. സൈഡൊക്കെ ഭയങ്കര അടിച്ചാണല്ലോ. നേരെ കാണണ്ട ആർച്ച് ഡാം. വണ്ടി ഓടിക്കണതിനോണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല.
ഈ ഭാഗത്താണ് കേട്ടോ ആർച്ച് ഡാം. അതിൻ്റെ നേരെ മുന്നിലാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടി അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഫുഡ് എന്തൊക്കെയുള്ളതെന്ന് നോക്കി നോക്കാം. ഇതാണ് ഹോട്ടൽ. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കട്ടെ. ഭക്ഷണം എന്തുള്ളത് കാണിച്ചു തരാം. ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചു. ഇതാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. ആ കാണാണ് ആർച്ച് ഡാം. നമ്മളതിന് മുന്നിലത്തെ ഒരു ഹോട്ടലിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. വണ്ടി ഇവിടെ താഴെ കിടക്കുന്നത്.